മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ കോതമംഗലം രൂപതയുടെ സ്നേഹധനായ അമരക്കാരൻ, ഒരിക്കലും അവസാനിക്കാത്ത ദൈവസ്നേഹത്തിന്റെ നീർച്ചാലുകളെ രൂപതാ മക്കൾക്ക് കുറവില്ലാതെ പകർന്നു കൊടുക്കുന്ന വത്സല പിതാവ്. കോതമംഗലം രൂപത സ്ഥാപിതമായ വർഷം തന്നെയാണ് അഭിവന്യ പിതാവിന്റെ ജനനവും. 1956 മെയ് 9 പുറപ്പുഴ ഇടവക മടത്തിക്കണ്ടത്തിൽ മാത്യുവിന്റെയും ഏലിക്കുട്ടിയുടെയും മകനായി അഭിവന്യ പിതാവ് ജനിച്ചു. 1971 ജൂലൈ മാസം 5 കോതമംഗലം സെയിന്റ് ജോസഫ് മൈനർ സെമിനാരിയിൽ വൈദിക പരിശീലനം ആരംഭിച്ച പിതാവ് ആലുവ കാർമൽഗിരി സെമിനാരിയിൽ തത്വശാസ്ത്ര പഠനവും മംഗലപ്പുഴ സെമിനാരിയിൽ ദൈവശാസ്ത്ര പഠനവും പൂർത്തിയാക്കി 1980 ഡിസംബർ 23 മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിന്റെ കൈവപ്പ് വഴി പൗരോഹിത്യം സ്വീകരിച്ചു. പൗരോഹിത്യ ശുശ്രൂഷയുടെ ആദ്യ വർഷങ്ങളിൽ നിർമ്മല ഹൈസ്കൂളിൽ അസിസ്റ്റന്റ് വാർഡനായും കോതമംഗലം കത്തീഡ്രൽ, ആരക്കുഴ, പൈങ്ങോട്ടൂർ ഇടവകകളിൽ അസിസ്റ്റന്റ് വികാരിയായും സേവനം ചെയ്തു. പൈങ്ങോട്ടൂർ പള്ളിയിൽ സഹവികാരിയായി ശുശ്രൂഷ ചെയ്യുന്ന കാലത്ത് തന്നെ പുന്നമറ്റം പള്ളിയുടെ വികാരിയുടെ ചുമതലയും അദ്ദേഹം നിർവഹിച്ചിരുന്നു. 1984 ഉപരിപഠനത്തിനായി റോമിലേക്ക് അയക്കപ്പെട്ട അഭിവന്യ പിതാവ് 1989 റോമിലെ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പൗരസ്ത്യ കാനൻ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടി. പഠനം പൂർത്തിയാക്കി രൂപതയിൽ തിരിച്ചെത്തിയ പിതാവ് തെന്നത്തൂർ, നേര്യമംഗലം, ബഥേൽ എന്നീ ഇടവകളിൽ വികാരി ഇൻചാർജായും ഞാറക്കാട് ഇടവകയിൽ വികാരിയായും സേവനമനുഷ്ഠിച്ചു. ഇക്കാലഘട്ടത്തിൽ തന്നെ എപ്പാർക്കിയൽ ട്രിബ്യൂണലിന്റെ നോട്ടറിയായും തുടർന്ന് ഡിഫൻഡർ ഓഫ് ബോണ്ടായും പിന്നീട് എപ്പാർക്കിയൽ ജഡ്ജായും പിതാവ് ശുശ്രൂഷ ചെയ്തിരുന്നു. 1993 വടവാതൂർ മേജർ സെമിനാരിയിൽ പ്രൊഫസറായി സേവനം ആരംഭിച്ച പിതാവ് 1999 മുതൽ 6 വർഷക്കാലം സെമിനാരിയുടെ വൈസ് റെക്ടറായിരുന്നു. ദീർഘകാലം വടവാതൂർ സെമിനാരിയുടെ ലൈബ്രറിയുടെ ചുമതല വഹിച്ചിരുന്ന പിതാവിന്റെ കഠിനാധ്വാനത്തിന്റെയും ആസൂത്രണ മികവിന്റെയും തെളിവാണ് ഇപ്പോൾ വടവാതൂർ സെമിനാരിയുടെയും പൗരസ്ത്യ വിദ്യാപീഠത്തിന്റെയും ഗ്രന്ഥശാലയായി നിലകൊള്ളുന്ന അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന ലൈബ്രറി സമുച്ചയവും അതിലെ ബൃഹത്തായ ഗ്രന്ഥശേഖരവും. ക്യാനൻ നിയമത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള പിതാവിന് ഇറ്റാലിയനും ലത്തീനും ഉൾപ്പെടെ നിരവധി ഭാഷകളിൽ പ്രാവീണ്യമുണ്ട്. മാർ സെബാസ്റ്റ്യൻ വടക്കേൽ പിതാവിനോടൊപ്പം അഭിവന്യ മടത്തിക്കണ്ടത്തിൽ പിതാവ് എഡിറ്റ് ചെയ്ത പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള ക്യാനൻ നിയമത്തിന്റെ മലയാള പരിഭാഷയായ പൗരസ്ത്യ സഭകളുടെ കാനോനുകൾ സഭാജീവിതത്തിൽ എന്ന ബൃഹത് ഗ്രന്ഥം മാത്രം മതി പിതാവിന്റെ സഭാ നിയമത്തിലുള്ള അഗാധമായ അറിവിന്റെ ആഴം മനസ്സിലാക്കാൻ. 2005 വടവാതൂർ സെമിനാരിയുടെ റെക്ടർ നിയമിതനായ പിതാവ് 5 വർഷക്കാലം സെമിനാരിയുടെ വൈദിക പരിശീലനത്തിന് ചുക്കാൻ പിടിച്ചു. നീണ്ട 17 വർഷക്കാലത്തെ സെമിനാരിയിലെ അധ്യാപന ജീവിതവും അതിൽ തന്നെ 5 വർഷത്തെ റെക്ടർ എന്ന നിലയിലുള്ള ശുശ്രൂഷയും വഴി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന അനേകം വൈദികരാണ് പിതാവിന്റെ ശിഷ്യസമ്പത്തിലുള്ളത്. വൈദിക പരിശീലകൻ എന്ന നിലയിൽ ശാന്തതയും പക്വതയും നിറഞ്ഞ ജീവിത മാതൃകയിലൂടെ ഭാവി വൈദികരുടെ രൂപീകരണത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ പിതാവിന് കഴിഞ്ഞു. 2010 സെമിനാരി റെക്ടറുടെ കാലാവധി പൂർത്തിയാക്കിയ പിതാവ് ആരക്കുഴ ഫൊറോന പള്ളിയുടെ വികാരിയായി ചുമതലയേറ്റു. ആരക്കുഴ പള്ളിയുടെ വികാരിയായി ശുശ്രൂഷ ചെയ്ത് വരവേ 2013 ജനുവരി 10 അദ്ദേഹം കോതമംഗലം രൂപതയുടെ 3ാമത്തെ മെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. കോതമംഗലം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ തിങ്ങി നിറഞ്ഞ ജനസഹസ്രത്തെ സാക്ഷിയാക്കി സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പിതാവിന്റെ മെത്രാഭിഷേകവും സ്ഥാനാരോഹണവും നടന്നു. സ്നേഹമൊരിക്കലും അവസാനിക്കുന്നില്ല എന്ന വചനം തന്റെ ആപ്തവാക്യമായി സ്വീകരിച്ചു. അഭിവന്യ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവ് രൂപതാധ്യക്ഷനായി ചുമതല ഏറ്റെടുക്കുന്ന സമയം രൂപത സ്ഥാപിച്ചിട്ട് നീണ്ട 56 വർഷങ്ങൾ പൂർത്തിയായിരുന്നു. ഈ കാലഘട്ടത്തിൽ എല്ലാ മേഖലകളിലും രൂപതയ്ക്ക് വലിയ മുന്നേറ്റം നടത്താൻ സാധിച്ചിരുന്നു. എങ്കിലും പുതിയ കാലഘട്ടത്തിന്റെയും മാറുന്ന ലോകത്തിന്റെയും വെല്ലുവിളികളെ നേരിട്ട് രൂപതയെ നയിക്കുക എന്ന ഗൗരവമേറിയ ഉത്തരവാദിത്തം പുതിയ രൂപതാധ്യക്ഷനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കാലത്തിന്റെ വെല്ലുവിളികളെ അതിജീവിക്കാൻ ആത്മീയ ആയുധങ്ങൾ ധരിക്കണം എന്ന് പഠിപ്പിച്ച പിതാവ് വലിയൊരു ആത്മീയ നവോത്ഥാനത്തിനാണ് രൂപതയിൽ ആരംഭം കുറിച്ചത്.
വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതവും ദൈവവചനത്തിൽ വേരുപാകിയതുമായ ആത്മീയതയാണ് ഇന്നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്ന് പിതാവ് പഠിപ്പിച്ചു. സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെ സഭ കടന്നുപോയപ്പോഴും രൂപതാ സമൂഹത്തെ ഒരുമയിൽ സഭയോട് ചേർത്ത് നിർത്തി നയിക്കാൻ പിതാവിന് കഴിഞ്ഞു. വിശ്വാസ പരിശീലനം കുടുംബചര്യയുടെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് ഫാമിലി കാറ്റക്കിസം അവർ നടപ്പിലാക്കി. രൂപതയിലെ സ്ഥാപനങ്ങളുടെ നിലവാരം ഉയർത്തുന്ന കാര്യം പിതാവ് പ്രത്യേകം ശ്രദ്ധിച്ചു. ഇന്ത്യയിലെ തന്നെ പ്രമുഖ കലാലയങ്ങളുടെ നിരയിൽ ഉന്നത നിലവാരം പുലർത്തുന്ന രൂപതയുടെ കോളേജുകൾ ഇതിന്റെ തെളിവാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും കീഴടക്കി സ്വാധീന ശക്തിയായി ഉയർന്നു വന്നപ്പോൾ ആ മാധ്യമങ്ങളെ സുവിശേഷ പ്രഘോഷണത്തിനുള്ള സാധ്യതകളായി കണ്ട് കാർലോ ടിവിക്ക് ആരംഭം കുറിച്ചു. ചെറുതും വലുതുമായ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഉറച്ച നിലപാട് സ്വീകരിച്ച പിതാവ് മുന്നിൽ നിന്നതിന്റെ ഓർമ്മകൾ ഇന്നും എല്ലാവരുടെയും ഓർമ്മകളിലുണ്ട്. എളിമയുടെയും ലാളിത്യത്തിന്റെയും മുഖമാണ് കേരള സമൂഹത്തിൽ പിതാവിനുള്ളത്. എല്ലാവരെയും കേൾക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന പിതാവ് ജാതിമത ഭേദമന്യേ എല്ലാവരുമായും നല്ല ബന്ധം സൂക്ഷിക്കുന്നു. വികാരിയായി വിവിധ ഇടവകളിൽ ശുശ്രൂഷ ചെയ്തിരുന്ന കാലത്ത് തന്നെ അലിവുള്ള അജപാലകനായി അറിയപ്പെട്ടിരുന്ന പിതാവ് മെത്രാനായ ശേഷവും ആ ശൈലി തുടർന്നു. സെമിനാരി പരിശീലനത്തിൽ 17 വർഷത്തെ അനുഭവ സമ്പത്തുള്ള പിതാവ് 2023 വരെ സീറോ മലബാർ മെത്രാൻ സിനഡിന്റെ മംഗലപ്പുഴ സെമിനാരിക്ക് വേണ്ടിയുള്ള ബിഷപ്സ് കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നു. ഇപ്പോൾ വടവാതൂർ സെമിനാരിക്ക് വേണ്ടിയുള്ള ബിഷപ്സ് കമ്മീഷന്റെ അംഗമായി പ്രവർത്തിക്കുന്നു. പിതൃസഹജമായ വാത്സല്യത്തോടെ രൂപതയെ നയിക്കുന്ന മടത്തുകണ്ടത്തിൽ പിതാവും രൂപതയോടൊപ്പം സപ്തതിയുടെ നിറവിലാണ്. അഭ്യുന്ത്യ പിതാവിന് രൂപതാ മക്കളുടെ സപ്തതി മംഗളങ്ങൾ.